ഹായ് ഫ്രണ്ട്സ്, ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളൊരു വീഡിയോ ആയി വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാൾ ടിക്കറ്റൊക്കെ കിട്ടിയോ? ട്രിവാൻഡ്രം LDC വെച്ചവർക്ക്. അപ്പോൾ ഇത്തവണ പി എസ് സി എല്ലാവരെയും ഒന്ന് ചെറുതായിട്ട് ചതിച്ചതുപോലെയാണ്. എക്സാം സെൻറ്റർ നമുക്കിഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം എന്ന ഓപ്ഷൻ വെച്ചിട്ട് കേരളത്തിലെ അങ്ങും ഇങ്ങും ഒക്കെയാണ് എക്സാം സെൻറ്റർ ഇട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയത് കൊല്ലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രമാണ് വെച്ചിരുന്നത്. എന്തായാലും അടുത്തുള്ള ഡിസ്ട്രിക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട് കേട്ടോ. പണ്ടൊക്കെ ചുമ്മാ ചെന്ന് PSC എഴുതുന്ന സമയത്ത് ദൈവമേ അങ്ങ് ദൂരെ എവിടെയെങ്കിലും എക്സാം സെൻറ്റർ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ മനസ്സുരുകി പ്രാർത്ഥിച്ച് ദൈവമേ എനിക്ക് ഇത്തിരി അടുത്ത് കിട്ടണേ, കൊല്ലം തന്നെ കിട്ടണേ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൽ വേറെ എവിടെയെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല, ദൈവമേ കോട്ടയത്തൊന്നും പോകല്ലേ, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ PSC പഠിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല വീട്ടിൽ, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം എവിടെ കിട്ടിയാലും ഒറ്റയ്ക്ക് ട്രെയിൻ കയറി പോകണമെന്ന്. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ട്രെയിനിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. അപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ അടുത്ത് തന്നെ കൊല്ലം തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പഠിത്തം ഏതുവരെ ആയി എന്ന ചോദ്യം വന്നാൽ വലിയ സുഖകരമൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ ഡിഗ്രി ലെവലിനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സാം എല്ലാം +2 ലെവലും ഡിഗ്രി ലെവലും ഈവൻ PGയുടെ എക്സാം വരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിലെ ഇൻ്റർവ്യൂവും എനിക്ക് കിട്ടിയിട്ടുണ്ട് PSC നടത്തിയത്. പക്ഷേ ഒരു ചമ്മലോടെ പറയട്ടെ, ഞാൻ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിലുള്ള എക്സാമിൻ്റെ പ്രിലിംസ് പാസ്സായിട്ടുണ്ട് കേട്ടോ. കുറേ പ്രിലിംസ് പാസ്സായിട്ടുണ്ട്, പക്ഷേ ഒരു മെയിൻ ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല. പക്ഷേ മുകളിലോട്ടുള്ള എക്സാമിൻ്റെയൊക്കെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മോക്ക് എക്സാം എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ് ഡെപ്തായിട്ട് ചോദിക്കുന്നതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ശരിയാണെന്നും വിചാരിച്ചിട്ടാണ് ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. കിട്ടുന്ന നെഗറ്റീവാണെങ്കിൽ 24-25 നെഗറ്റീവാണ് കിട്ടുന്നത്. എക്സാം എന്താവുമെന്ന് വലിയ ടെൻഷനിലാണ്. പിന്നെ ഈ പരീക്ഷ അടുക്കുന്ന സമയത്ത് എനിക്ക് ഈയിടെയായിട്ട് വലിയ പണികൾ വരുന്നുണ്ട്. മോക്ക് സുഖമില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു കുറച്ച് ദിവസം. പിന്നെ എനിക്ക് ഇത്രയും നെഗറ്റീവ് വരണു, ഞാൻ ഒന്നും പഠിച്ചില്ല എന്നും പറഞ്ഞിട്ട് രാത്രി ഉറക്കം എണീറ്റിരുന്നിട്ടൊക്കെ പഠിക്കാൻ നോക്കി. അതിനെക്കാട്ടിലും വലിയ ഒരു പണിയാണ് തന്നത്. പിന്നെ ഭയങ്കര തലച്ചുറ്റായി, തലവേദനയായി, തലച്ചുറ്റി വീഴാൻ പോയി. പിന്നെ അതോടെ വെച്ച് നിർത്തി. ഉറങ്ങാതെയുള്ള പഠിത്തമൊന്നും എനിക്ക് നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ 6 മണിക്കൂർ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു നാപ്പ് എടുക്കും, ഒരു അരമണിക്കൂർ. അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും എന്തൊക്കെയോ കയറുന്നുണ്ട്. പക്ഷേ സമയം ഒട്ടുമില്ല. അതുകൊണ്ടിപ്പോൾ ഹോട്ട് ടോപ്പിക്ക് മാത്രമാണ് നോക്കിയിട്ട് പോകുന്നത്. ഈ എക്സാം കിട്ടുമോ കിട്ടില്ലേ ഒന്നും അറിയില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കിട്ടില്ലായിരിക്കും. പിന്നെ ഇപ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തായാലും ചെന്ന് എഴുതുകയാണ് ആദ്യത്തെ ലക്ഷ്യം. കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യാം. എന്തായാലും ടെൻഷൻ അടിച്ച് പഠിക്കാതെ ഇരിക്കുന്നതിലും എത്രയോ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ചെന്ന് എഴുതുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം കിട്ടിയാൽ ടെൻഷൻ അടിച്ച് എല്ലാം കുളമാക്കും. അപ്പോൾ ഞാനും കുറേ ദിവസം ടെൻഷൻ അടിച്ചടിച്ച് കുളമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഡിഗ്രി എക്സാമും അതുപോലെ തന്നെയാണ്. ടെൻഷൻ അടിച്ചടിച്ച് കുറേ നെഗറ്റീവും പിന്നെ ബബിൾസും മാറി പൂരിപ്പിച്ചു. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇനി എന്തായാലും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് കണ്ടിട്ട് മനസ്സലിഞ്ഞ തരുന്നെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടല്ലോ ഓപ്ഷൻസ്. എന്തായാലും പിന്മാറുന്ന ലക്ഷ്യമില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഞാൻ എടുത്തൊരു നല്ല ഡിസിഷനാണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ടെലഗ്രാം ചാനൽ തുടങ്ങിയത്. കാരണം എനിക്ക് യൂട്യൂബ് ചാനലിൽ ഒരു സബ്സ്ക്രൈബർ കൂടുന്നതിനെക്കാട്ടിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പഠിക്കാനെന്ന താല്പര്യത്തോടെ കുറേ കുട്ടികൾ ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഡെയിലി എന്തായാലും വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ടോപ്പിക് ഇടും, വൈകിട്ട് ടോപ്പിക് ഓറിയൻ്റായിട്ട് ക്വിസ് ഇടും. അപ്പോൾ ഡെയിലി ഇംഗ്ലീഷ്, മലയാളം, മാത്സും നോക്കും. ബാക്കി നമ്മൾ സിലബസ് വൈസായിട്ട് ഡെയിലി അതിൽ ക്വിസ് ബോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക്
ഏറെ ഉപയോഗമായി. കാരണം ചില ദിവസങ്ങളിൽ ടെൻഷൻ കാരണമായാലും വയ്യാത്തതായിട്ടായാലും മിക്ക ദിവസങ്ങളിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് മെയിൻ ലിസ്റ്റിൽ നിന്നും പുറകിലോട്ട് പോകാനുള്ള മെയിൻ കാരണവും. അതുകൊണ്ടാണ് ഇങ്ങനെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. കാരണം എനിക്ക് ഡെയിലി പഠിക്കണം, എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും പഠിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ടെലഗ്രാമിൽ അങ്ങനെ വലിയ കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും കുറച്ച് കുട്ടികൾ തന്നെ കേട്ടോ ഉള്ളത്. പക്ഷേ എന്താ, ഒരേ ഒരു കുട്ടിയായാലും മതിയല്ലോ നമുക്ക് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കുറേ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 കുട്ടികൾ എൻ്റെ ഇടത് കൈയും വലത് കൈയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡെയിലി അതിൽ ക്ലാസ്സായിട്ടോ കമ്പൈൻ സ്റ്റഡി ആയിട്ടോ ഒന്നും അല്ല കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. രാത്രി വന്ന് ക്യൂസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അതിൽ കറക്റ്റായിട്ട് സിലബസ് വൈസ് പഠിക്കാനുള്ളത് ഇട്ടിരിക്കും. ഇതുപോലത്തെ ചാനലുകൾ കാണുമായിരിക്കും. പക്ഷേ ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലൊരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ തേടി നടന്നിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ ടെലഗ്രാമിൽ പല ചാനലിലും കയറി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2000-3000 പേരാണ് ചാറ്റ് ചെയ്യുന്നതും ഓൺലൈനിലുള്ളതും. അപ്പോൾ അതിൽ കൂടുതലും ചാറ്റിംഗ് ആയിരിക്കും നടക്കുന്നത്, കൂടുതലും പഠനമൊന്നും നടക്കാറില്ല. പിന്നെ എനിക്ക് പേഴ്സണലി അടുത്ത് PSC പഠിക്കുന്ന ആരെയും അറിയത്തില്ല. ഇപ്പോൾ ടെലഗ്രാം ചാനൽ തുടങ്ങിയുണ്ട്. കേരളത്തിലെ ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവരൊക്കെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ കൊല്ലത്തു നിന്നുണ്ട്, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്ത് നിന്നൊക്കെ കുട്ടികൾ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. ഒരുപാട് കോണ്ടാക്റ്റ് കിട്ടി. പലപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ ഒരു ചാനൽ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ LDC എനിക്ക് കിട്ടിയേനെ. കാരണം ഇതൊക്കെ തുടങ്ങിയപ്പോൾ കുറേയൊക്കെ വൈകി കേട്ടോ. പിന്നെ നല്ല കുട്ടികളെ കിട്ടാനും കുറേ വൈകി. ഇപ്പോൾ എന്തായാലും കുറേ കുട്ടികളുണ്ട് പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥതയുള്ള. നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയില്ല കേട്ടോ. ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഗവൺമെൻറ് ജോലി കിട്ടും വരെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കും ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗേൾസ് PSC നോട്ട്ബുക്ക് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവൂട്ടോ. എന്തായാലും ഉപകാരമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഞാൻ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇങ്ങനെ പറയുന്നത്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് അതിൽ ഉഴപ്പാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ ഡൗൺ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നത്തില്ല. ഈ PSC എന്ന് പറയുന്ന സംഭവം 1-2 ദിവസം പഠിക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെറുതായിട്ട് അങ്ങ് ഉഴപ്പും. ഒരു ആഴ്ച പഠിക്കാതിരുന്നാൽ മതി, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് പോവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ പരീക്ഷ വരുമ്പോഴായിരിക്കും പിന്നെ വീണ്ടും പഠിക്കുന്നത്. പിന്നെ പഠിച്ചതെല്ലാം മറന്നു പോവും. പിന്നെ അടിക്കുന്നത് കൂടുതൽ നെഗറ്റീവ് ആയിരിക്കാനാണ് ചാൻസ്. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന ഡെയിലി പഠിക്കുന്ന കുറേ കുട്ടികളെയൊക്കെ കിട്ടിയാലേ നമുക്ക് അവരുടെ കൂടെ നമ്മുടെ ലക്ഷ്യം കൂടെ താനെ നേടാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ജോലി വാങ്ങണമെന്ന്. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതിനെക്കാട്ടിലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ജോലി വാങ്ങണം. പിന്നെ LDC എക്സാം വരുന്നത് കൊണ്ട് വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതായത് സെക്രട്ടേറിയറ്റിൻ്റെയൊക്കെ പരസ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എങ്ങനെ വിജയിക്കാം എന്നൊക്കെ, അതൊന്നും ഇപ്പോൾ നോക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ അടുത്ത എക്സാം LDC ആയതുകൊണ്ട് കൂടുതൽ അതിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. കിട്ടൂലേന്ന് ഒരു ചാൻസും എനിക്കറിയില്ല. 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. എങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ ടെൻഷൻ അടിച്ച് എല്ലാം കൊളാക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് എന്തോ എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും പഠിച്ചിട്ട് പോയി എഴുതാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ടെൻഷനാണെന്നറിയാം. എന്താ പഠിച്ചതെല്ലാം മറന്നുപോയി എന്ന ഒരു വെപ്രാളമാണെന്നും അറിയാം. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള പ്രതിഫലം തന്നിരിക്കും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലികളോ കാര്യങ്ങളോ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടും നമുക്ക് ദൈവം അത് തരുന്നില്ല എങ്കിൽ അതിനെക്കാട്ടിൽ മികച്ച ഒരു കാര്യം ദൈവം അവിടെ നമുക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടാവും. അങ്ങനെ വിശ്വസിച്ച് എക്സാമൊക്കെ നല്ല രീതിയിൽ ചെന്ന് എഴുതൂ കേട്ടോ.